أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ഒന്നൊഴിയാതെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഇവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് യഥാവിധം പാലിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നാം ഏവരും ഉള്ളത്. 2024 എന്ന് പറയുന്ന വർഷം അത് അവസാനിക്കുകയും 2025 ആരംഭിക്കുകയും ചെയ്യാനിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ മനുഷ്യരിലധികം ആളുകളും ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നത് ആഘോഷത്തോടു കൂടിയാണ്, ആനന്ദത്തോടു കൂടിയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ സംഗീതങ്ങളും നൃത്തങ്ങളും വ്യത്യസ്തങ്ങളായ ഷോകളുമായി യുവതി യുവാക്കൾ നൃത്തമാടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ലഹരി വസ്തുക്കൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുകയും അപ്രകാരം തന്നെ എല്ലാ വൃത്തികേടുകളും അന്നിൻ്റെ രാത്രി ചെയ്തു കൂട്ടാൻ വേണ്ടി അത് നടക്കുന്ന പ്രദേശങ്ങളിലേക്ക് പബ്ബുകൾ ബുക്ക് ചെയ്തും ഹോട്ടലുകൾ ഏർപ്പെടുത്തിയുമെല്ലാം പല ക്ലബ്ബുകളും അതുപോലെ തന്നെ യുവജന സംഘടനകളുമെല്ലാം കാത്തിരുന്ന് മാടി വിളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്ന് പരിസരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രിയമുള്ളവരെ, ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു പുതുവർഷമെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഇസ്ലാമിക കലണ്ടറിനെ സംബന്ധിച്ചല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ കാലഗണനക്കായി കണക്കാക്കപ്പെടുന്നത് ഇംഗ്ലീഷ് കലണ്ടറിനെയാണ്. അതൊരു വർഷം തീരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ചുമരിൽ തൂക്കിയ ആ കലണ്ടർ മാറ്റിയൊരു പുതിയ കലണ്ടർ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എടുത്തു കളഞ്ഞത് 365 ദിവസങ്ങളാണ്. ഓരോ ദിവസങ്ങളും 24 മണിക്കൂറും
ഓരോ മണിക്കൂറുകൾ 60 മിനിറ്റുകളായി, ആ മിനിറ്റുകൾ ഓരോ സെക്കൻഡുകളായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, 1 മിനിറ്റ് 60 സെക്കൻഡ് കൊണ്ട് തീരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ആയുസ്സാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ നമുക്കിനി ബാക്കിയുള്ള നിശ്വാസങ്ങൾ എത്രയാണ് എന്ന് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഓരോ ദിവസവും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഹസൻ ബസീർ റഹിമഹുള്ള പറഞ്ഞൊരു വാചകമുണ്ട്, യബ്ന ആദം, അല്ലയോ ആദമിന്റെ മോനെ, ഇന്നമാ അൻത അയ്യാം, നീ എന്ന് പറഞ്ഞാൽ കേവലം ദിവസങ്ങൾ മാത്രമാണ്. കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅലുക, ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നീ തന്നെയാണ് ഇല്ലാതാക്കപ്പെടുന്നത് എന്ന് നീ ചിന്തിക്കണമെന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരൊരു വർഷം കൊഴിഞ്ഞു പോകുമ്പോൾ നാം തന്നെയാണ് ഇല്ലാതെയാക്കി പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് മനുഷ്യർ പല ആളുകളും ചിന്തിക്കുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവമായ വസ്തുതയാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ, നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ, നമ്മുടെ ശരീരത്തിലെ പേശികൾ, ഇതെല്ലാം അനാരോഗ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നിരക്കാത്ത മുടികൾ നിരച്ചു തുടങ്ങുകയാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത പല രോഗങ്ങളും മനുഷ്യർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണത്തിലേക്കുള്ളവന്റെ ദൂരം കുറയുന്നു, അവന്റെ ഖബർ അവനിലേക്ക് അടുത്തു വരുന്നു. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, അക്സിറൂ, നിങ്ങൾ ധാരാളമായി ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടത് ഹാദിഹി മിൻ ലദ്ദാത്തിൽ മൗത്ത്, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവും ഉബൈദുള്ളയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച ഉബൈദുള്ളയോട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് ഉണ്ടായ വല്ല അത്ഭുതപ്പെടുത്തിയ സംഭവങ്ങളും, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് മറക്കാൻ കഴിയാത്ത വല്ല അനുഭവങ്ങളും എന്നോട് പറയാൻ കഴിയുമോ എന്നാണ്. മഹാനായ ഉബൈദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത്, എന്റെ നാട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയുണ്ടായി. ആ വ്യക്തി ആരാണ് എന്ന് ഞങ്ങൾക്കറിയില്ല, അദ്ദേഹത്തിന്റെ നാട് ഏത് എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ദിവസങ്ങളോളം ഞങ്ങളുടെ നാട്ടിൽ ആ മനുഷ്യൻ ജീവിക്കുകയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നാടോ അദ്ദേഹത്തിന്റെ വീടോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയോ അറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികമായ ശരീരം ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഞങ്ങൾ മറമാടി. ആ മറമാടുന്ന സമയത്ത് ഇദ്ദേഹത്തെ അറിയാത്ത, ഇദ്ദേഹത്തെ പരിചയമില്ലാത്ത ഈ വ്യക്തിയുടെ മരണം കണ്ട്, ഈ മനുഷ്യന്റെ കബറടക്കം കണ്ട് പല വ്യക്തികളും അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി നിന്ന് കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ കരച്ചിൽ കണ്ടപ്പോൾ 2 വരി കവിതയാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. ഏതാണ് ആ 2 കവിത? 2 വരി കവിത എന്ന് പറഞ്ഞാൽ, യബിക്കിൽ ഗരീബു ലൈസ അലൈഹി യഅലിഫുഹു വദൂ ഖറാബതിഹി ഫിൽ ഹയ്യി മസ്റൂറു. അപരിചിതരായ എത്രയോ വ്യക്തികൾ ഈ മനുഷ്യന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടെന്നറിയാതെ, വീടെന്നറിയാതെ, ഏത് രാജ്യക്കാരനെന്നറിയാതെ ഈ നാട്ടിൽ വന്നു മരിച്ച മനുഷ്യന് വേണ്ടി ഇദ്ദേഹത്തെ അറിയാത്ത എത്രയോ അപരിചിതരായ മനുഷ്യർ ഇദ്ദേഹത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കുടുംബം ഇദ്ദേഹത്തിന്റെ മരണമറിയാതെ ഇപ്പോൾ ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാകാം. അവർ സന്തോഷത്തിലായിരിക്കാം. അവർക്ക് ഈ വ്യക്തിയുടെ മരണത്തെക്കുറിച്ചൊരു വാർത്തയും എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ഉബൈദുള്ളയുടെ കൂട്ടുകാരൻ ചോദിക്കുന്നത്, ഈ കവിത എഴുതിയ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ്. നീ പാടിയ ഈ 2 വരിയുടെ ഉടമസ്ഥൻ ആരാണ് എന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉബൈദുള്ള പറഞ്ഞു, എനിക്കറിയില്ല. എങ്കിലിതാ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഇതാ മരണപ്പെട്ട് കിടക്കുന്ന, നമുക്ക് പരിചയമില്ലാത്ത ഈ വ്യക്തിയാണ് ആ കവിത രചിച്ചത് എന്ന് വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? ആ മനുഷ്യൻ എഴുതി വെച്ച വരികൾ എന്താണ്? വരികൾ, അപരിചിതരായ എത്രയോ വ്യക്തികൾ ഈ മനുഷ്യന്റെ മരണം കണ്ട് കരയുന്നുണ്ട്.
പക്ഷേ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ മരണമറിയാതെ സന്തോഷിക്കുന്നുണ്ട് എന്ന വരി അർത്ഥവത്തായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ? നിനക്കാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ മോഹിക്കാതെ ഏത് നിമിഷത്തിലും തീർന്നു പോകാവുന്നതാണ് നമ്മുടെ ജീവിതം എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഡമസ്കസിലേക്കാണ് യാത്ര പോയത്. അദ്ദേഹം അവിടെ ചെന്ന് ആളുകൾക്ക് ദീന് പഠിപ്പിക്കാനും അവിടെ ആളുകൾക്ക് പ്രബോധനം എത്തിക്കുവാനും വേണ്ടി മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ദിമഷ്കിലേക്ക് ചെല്ലുകയാണ്, ഡമസ്കസിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. ഒരിക്കലതാ ഡമസ്കസിന്റെ പള്ളിയുടെ മുകളിൽ കയറി അദ്ദേഹം ആ സമൂഹത്തെ വിളിച്ചു, യാ അഹ്ല ദിമഷ്, അല്ലയോ ഡമസ്കസിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്മഉ മഖാലത അഖില്ലകുൻ നാസിഹ്, നിങ്ങൾക്ക് ഗുണകാംക്ഷയുള്ള, നിങ്ങൾക്ക് നന്മ പറഞ്ഞു തരുന്ന ഒരു സഹോദരന്റെ വാക്ക് നിങ്ങൾ കേൾക്കുകയില്ലേ? ഫമാ ബാലുക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അവർക്ക് മരണത്തെക്കുറിച്ചും ഈ ദുനിയാവിന്റെ നിസാരതയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? തജ്മഊന മാ ലാ തഅകുലൂൻ വതബ്നൂന മാ ലാ തസ്കുനൂൻ വതഅമലൂന മാ ലാ തുദ്രികൂൻ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിങ്ങൾ തിന്നു തീർക്കാൻ കഴിയാത്തതാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. ഒരായുസ് കൊണ്ട് തിന്നു തീർക്കാൻ കഴിയാത്തതാണ് നിങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത വീടുകളാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നേടാൻ കഴിയാത്തതാണ് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലയോ ഡമസ്കസിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ മുൻഗാമികളായ എത്രയോ പല ആളുകളും കടന്നുപോയിട്ടുണ്ട്. അവർ പല കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയവരാണ്. അവർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. വിദൂരമായ എത്രയോ വർഷങ്ങൾക്കപ്പുറത്തുള്ള സ്വപ്നങ്ങൾ അവർ നെയ്തെടുത്തവരാണ്. അവരടുത്തു തന്നെ മരണപ്പെട്ടു. പ്രഭാതത്തിൽ അവരുടെ എല്ലാ കർമ്മങ്ങളും അവരുടെ എല്ലാ പ്രയത്നങ്ങളും പൊളിഞ്ഞുപോയി. അവരുടെ വീടകങ്ങൾ കബറിടങ്ങളായി, ശ്മശാന ഭൂമികളായി മാറ്റപ്പെട്ടു. അവരുടെ പ്രവർത്തനങ്ങൾ അത് വഞ്ചിതരാക്കപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അർത്ഥവത്തായ വാചകങ്ങളാണ്. നമ്മുടെ മുൻഗാമികൾ എത്രയോ ഒരുമിച്ച് കൂട്ടിയവരാണ്, എത്രയോ ശേഖരിച്ചു വെച്ചവരാണ്. അവർ വീടുകൾ ഉണ്ടാക്കിയവരാണ്, അവർ ഭക്ഷണങ്ങൾ ശേഖരിച്ചു വെച്ചു. പക്ഷെ തിന്നാൻ യോഗമുണ്ടായിട്ടില്ല, താമസിക്കാൻ വിലയുണ്ടായിട്ടില്ല, ആഗ്രഹങ്ങൾ സഫലമായിട്ടില്ല, മോഹങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അല, നിങ്ങൾ അറിയണം, പിന്നെ സമൂദ് ഗോത്രക്കാർ അവർ ബുസ്രയുടെയും മദിനിന്റെയും ഇടയിൽ പലതും നേടിയെടുത്തവരായിരുന്നു. എന്താണ് ബുസ്ര എന്ന് പറഞ്ഞാൽ? വടക്ക് ഇറാനിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബുസ്ര എന്ന് പറഞ്ഞാൽ. അതവർ അതിനിടയിലും, അതുപോലെ തന്നെ യമനിന്റെ ഭാഗത്തുള്ള അതിൽ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ വടക്കിന്റെയും തെക്കിന്റെയും ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തിരുന്നു. അതിലെന്തുണ്ട്? അംവാലൻ, അവിടെ സമ്പത്തുണ്ട്. വഔലാദൻ, അവിടെ സന്താനങ്ങളുണ്ട്. വനിഅമൻ, അതല്ലാത്ത എമ്പാടും അനുഗ്രഹങ്ങൾ എല്ലാം സമ്പാദിച്ചു വെച്ച ആളുകളായിരുന്നു അവർ. യസ്തരി മിന്നി, എന്നാൽ അദ്ദേഹം ചോദിക്കാണ്, യസ്തരി മിന്നി, അവരിൽ നിന്ന് ആരെങ്കിലും അത് വാങ്ങിയിട്ടുണ്ടോ? മാ തറകൂ ബിദിർഹമൈൻ, 2 ദിർഹം കൊടുത്ത് അവർ വിട്ടേച്ചു പോയതിനെ ആരെങ്കിലും പിൻകാലത്ത് വാങ്ങിയിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന കോട്ടകളാകട്ടെ, നമ്മുടെ വീടുകളാകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളാകട്ടെ, ഇതിനെല്ലാം അന്ത്യം കുറിക്കുന്ന ഒരു ദിവസം ജീവിതത്തിൽ കടന്നു വരാനുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ കാനത്തിദ് ദുനിയ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ, തഅദിലു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ ജനാഹ ബഊള, ജനാഹ ബഊള, ഒരു കൊതുകിന്റെ ചിറകിന്റെ വലിപ്പം മാത്രമേ അല്ലാഹുവിന്റെ പക്കൽ ഈ ദുനിയാവിനുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിക്കാൻ, നീ എന്താണ് കഴിക്കാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഞാൻ റൊട്ടിയും പാലുമാണ് കഴിക്കാറുള്ളത്. അത് കഴിച്ചാൽ പിന്നെ എന്തായി തീരും? അത് കഴിച്ചാൽ പിന്നെ എന്തായി തീരും? പ്രവാചകരെ, താങ്കൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ആ വിഷയത്തിൽ എനിക്കും പറയാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ മനുഷ്യൻ പുറന്തള്ളുന്ന ആ വേസ്റ്റിനോട് ഉപമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ
ഈ ദുനിയാവിനുള്ള സ്ഥാനം അത്രയുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വെട്ടിപ്പിടിക്കുന്നത്? നമ്മൾ എന്തിനാണ് നേടിയെടുക്കുന്നത്? എന്തിനാണ് നമ്മൾ വർഷങ്ങളുടെ മോഹങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? നഷ്ടങ്ങളെ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസ അത് മറമാടുന്ന സമയത്ത് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഫബകാ ഹത്താ ബല്ല സറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. ഹത്താ ബല്ല സറ, ആ മണ്ണ് വരെ നനയുകയുണ്ടായി. സുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഇഖ്വാനി, അല്ലയോ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഇദൂ, ഇതുപോലെ നിങ്ങൾക്കും വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിക്കോളൂ എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു വർഷം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ, മാസങ്ങൾ നമ്മിൽ നിന്ന് അസ്തമിച്ചു പോകുമ്പോൾ നമ്മുടെ മരണത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് പ്രവാചകൻ അർത്ഥവത്തായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. പ്രവാചകനോട് ചോദിക്ക, റസൂലേ, ആരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള, ഏറ്റവും നല്ല സമർത്ഥന്മാരാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ കുറിച്ച് ധാരാളം ഓർക്കുന്നവർ. വഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി എല്ലാ നന്മകളും ഒരുക്കുന്നവനാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളുകൾ എന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കി സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു അതിനേക്കാൾ നമുക്ക് മനോഹരമായ ഒരു വാചകം പറഞ്ഞു തന്നു. എന്താ അറിയോ? ഇർതഹലത്തി ദുനിയാ മുദ്ബിറ, ഈ ദുനിയാവ് നിങ്ങളെ കൊണ്ടുപോകാൻ. നമ്മളോട് ചോദിക്കും, എന്താ 2024 പോയത് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്താ തുടങ്ങിയതും അവസാനിച്ചതും വളരെ പെട്ടെന്നായിരുന്നു. എന്തിനധികം ഒരു ദിവസത്തെ കുറിച്ച് തന്നെ നമ്മോട് ചോദിച്ചാൽ എന്താ രാവിലെയാകുന്നു, വൈകുന്നേരമാകുന്നു എന്ന് നമ്മൾ ഇങ്ങനെ പറയുന്നു. സമയത്തിന്റെ ബർക്കത്ത്, മാസങ്ങളുടെയും വർഷങ്ങളുടെയും ആഴ്ചകളുടെയും ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് സമയത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുക എന്നത്. അതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനിയാവ് നിങ്ങളെ കൊണ്ട് അതിശക്തമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്തഹലത്തിൽ ആഖിറതു മുഖ്ബില, പരലോകം നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ, എല്ലാറ്റിനും അതിൻ്റെതായ ആളുകളുണ്ട്. ദുനിയാവിന്റെ പിന്നാലെ ഓടാനും പരലോകത്തിന് വേണ്ടി ഓടാനും ആളുകളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാകണം. നിങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും മോഹങ്ങളും ലക്ഷ്യങ്ങളും അത് പരലോകമായി തീരണം. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ദുനിയാവ് മോഹിക്കുന്നവരായി ഒരിക്കലും മാറരുത്. ഫഇന്നൽ യൗമ, തീർച്ചയായും ഈ ദിവസം എന്ന് പറഞ്ഞാൽ അമലുൻ, അത് നിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള ദിവസമാണ്. വല ഹിസാബ്, നിങ്ങൾക്ക് വിചാരണ വന്നിട്ടില്ല. വഗദൻ, നാളെയാകട്ടെ ഹിസാബുൻ, അത് നിങ്ങളുടെ വിചാരണ ദിവസമാണ്. വല അമൽ, പിന്നെ നിങ്ങൾക്കൊരു കർമ്മവും ചെയ്യാൻ കഴിയില്ല. ഖബറിൽ കിടന്ന് പ്രിയപ്പെട്ടവരെ, മോഹിച്ചാലും ആഗ്രഹിച്ചാലും തിരിച്ചു മടങ്ങാൻ കൊതിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകില്ല. മരണം തൊണ്ടക്കുഴിയിലെത്തി ഗറഗറ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ മടങ്ങാൻ ആഗ്രഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകില്ല. എന്നതിനധികം സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ, നരകത്തിൽ കിടന്ന് ചില മനുഷ്യന്മാർ അവിടെ അർത്ഥനാദങ്ങളും അട്ടഹാസങ്ങളും ഏങ്ങിക്കരച്ചിലുകളും നിങ്ങൾ കേൾക്കുന്നതാണ്. ഫീഹ, എന്നിട്ട് അവർ പറയുന്ന വാചകം, റബ്ബന അഖ്രിജ്നാ നഅമൽ സ്വാലിഹ, അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ സുകൃതങ്ങൾ ചെയ്തു കൊള്ളാമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ ഫജാഅകുമുൻ നദീർ. രണ്ട് ചോദ്യമാണ്. ആയുസ്സിൽ നിങ്ങൾക്ക് വിശാരദ കിട്ടിയില്ലേ? നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നു? എന്താ ആയുസ്സിലുള്ള വിശാരദ എന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, ജനിച്ച കുഞ്ഞെന്ന് മരിച്ചു വീഴുന്നുണ്ട്. ലോകത്ത് ഒരു ദിവസത്തെ മരണത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ 1,00,000-ലധികം ആളുകൾ ലോകത്ത് മരിച്ചു വിടുന്നുണ്ടെങ്കിൽ, മരണം കാത്തു കിടക്കുന്ന മനുഷ്യരും മരണത്തെ പിടികൊടുത്ത മനുഷ്യരും ഖബറിൽ കഴിയുന്ന മനുഷ്യരും എത്രയോ ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ് ഇങ്ങനെ നീട്ടി തന്നിരിക്കുകയാണ്. നടക്കാനും ഓടാനും ചാടാനും കാണാനും കേൾക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള എല്ലാ അവസ്ഥകളും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് ആയുസ്സിൽ വിശാരദ കിട്ടിയില്ലേ? 1 വയസ്സുള്ള കുട്ടി മരിക്കുമ്പോൾ, 2 വയസ്സുള്ള കുട്ടി മരിച്ചു വീഴുമ്പോൾ, പ്രായത്തിലെത്തിയ മനുഷ്യർ മരിക്കുമ്പോൾ, ആ കൂട്ടത്തിലൊന്നും പെടാതെ നിന്നേക്കാൾ പ്രായം കുറഞ്ഞവരും നിന്നേക്കാൾ മുകളിലുള്ളവരുമെല്ലാം എത്രയോ വർഷങ്ങൾ ആഗ്രഹിച്ച മനുഷ്യർ മരണത്തിന് പിടികൊടുത്തപ്പോ നിനക്ക് ആയുസ് കിട്ടിയില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം.
ഈ വർഷം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലേ എന്നാ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. എന്നാൽ അള്ളാഹു ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ്, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? എന്താ താക്കീത് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അത് നമുക്കുള്ള താക്കീതാണ്. പ്രവാചകന്മാർ നമുക്കുള്ള താക്കീതാണ്. പ്രബോധകന്മാർ നമുക്കുള്ള താക്കീതാണ്. തീർന്നില്ല പ്രിയമുള്ളവരെ. നമ്മുടെ വീടിന്റെ മുറ്റത്തിലൂടെ പോയ മയ്യത്തുകട്ടിൽ നമുക്കുള്ള താക്കീതാണ്. നമ്മുടെ വീട്ടിലേക്ക് വന്ന മയ്യത്തുകട്ടിൽ നമുക്കുള്ള താക്കീതാണ്. നമ്മുടെ ഭാര്യയ്ക്ക് വന്ന രോഗം നമുക്കുള്ള താക്കീതാണ്. അങ്ങനെ എത്ര താക്കീതുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത്, ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. ഫമാലിദ്ദാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് ഇവിടെ സഹായിയെയും കണ്ടെത്താൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ചരിത്രം അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു വ്യക്തിയെ കണ്ടു. അവർ ഒരു വൃദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, കം ഉംറുക്, താങ്കൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 60 സന, എനിക്ക് 60 വയസ്സായിട്ടുണ്ട്. എനിക്ക് 60 വയസ്സായിട്ടുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യനോട് പറയുന്നു, ഫഅൻത മുൻദു 60 സന തസീറു ഇലാ റബ്ബിക തൂഷിക അൻ തസിൽ, താങ്കൾ ഇതാ 60 വയസ്സായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഇതാ ഏകദേശം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. ആയുസിന്റെ ഒരു വലിയ ഭാഗം തീർന്നിരിക്കുന്നു എന്ന് ആ മനുഷ്യനെ ഒന്ന് ഉണർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി ഞാനിപ്പോ എന്താ ചെയ്യാന്നാണ്? ഇതാ ഏകദേശം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സമയം എത്തിയിരിക്കുന്നു. 60 വയസ്സ് ഒരു പുരുഷായുസ് എന്ന് നമ്മൾ നിർണയിക്കുന്ന വയസ്സ്, ഈ ഉമ്മത്തിന്റെ വയസ്സായി പറയപ്പെട്ട 60, അതുപോലെ തന്നെ 70ന്റെയും ഇടയിൽ എന്ന് പറഞ്ഞ അതിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യനൊരു മറുപടി കൊടുത്തു, പ്രശ്നമില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. എന്താണ് കാരണം? ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന്റെ മുന്നേ ഒരുക്കേണ്ട ചില കാര്യങ്ങൾ ഒരുക്കി പോയാൽ മതി എന്നാണ്. എന്താ പറഞ്ഞറിയോ? മൻ അറഫ അന്ന അബ്ദുല്ലാഹ് വ അന്നഹു റാജിഉൻ ഇലൈഹി ഫൽയഅലം അന്നഹു മൗഖൂഫുൻ വമസ്ഊലുൻ ഫൽയുഅദ്ദി ലിസുആലി ജവാബാ. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമയാണെങ്കിൽ, ദാസനാണെങ്കിൽ, അത് തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട്. വ അന്നഹു റാജിഉൻ ഇലൈഹി, അവർ റബ്ബിലേക്ക് മടക്കപ്പെടുന്നവനാണ് എന്ന ബോധം അവന്റെ മനസ്സിലുണ്ടാകും. ഫൽയഅലം, അവൻ അറിഞ്ഞിരിക്കണം, അന്നഹു മൗഖൂഫുൻ വമസ്ഊലുൻ ഫൽയുഅദ്ദി ലിസുആലി ജവാബാ. അല്ലാഹുവിന്റെ പരലോകത്ത് അവൻ ചെന്ന് നിൽക്കുന്ന സമയത്ത് അല്ലാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയുള്ള വ്യക്തിയാണെങ്കിൽ അവൻ യഥാർത്ഥ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് വഴി? ഇനിതാ 60 വയസ്സ് പിന്നിട്ടിട്ടുണ്ട്, എനിക്കിതാ ഇനി അധികം ആയുസില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി പറഞ്ഞ വാചകമുണ്ട്, യസീറ, വഴികളെല്ലാം എളുപ്പമുള്ളതാണ്. തുഹ്സിനു ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മളാ. നിന്റെ കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്. ആ കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ച് അല്ലാഹുവിനോട് നീ തെറ്റിനെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം. തുഹ്സിനു ഫീമാ ബഖിയ, ശേഷിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ നന്മ ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന മെസ്സേജുകളുണ്ട്. ജനുവരി 1 മുതൽ നമുക്കിതാ ചില ആരോഗ്യം നമ്മുടെ സംരക്ഷിക്കാൻ ഇന്ന വ്യായാമങ്ങൾ തുടങ്ങാം, അല്ലെ, ഭക്ഷണക്രമങ്ങൾ തുടങ്ങാം എന്ന് പറഞ്ഞ് ഡയറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളും ബിപിയും പ്രഷറും ഷുഗറും എല്ലാം അത് നോർമലാക്കാൻ ജനുവരി 1 വേണ്ടി കാത്തിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അതിനപ്പുറം നമ്മൾ ചെയ്യേണ്ടത് ശേഷിക്കുന്ന ജീവിതത്തിൽ, അതെപ്പോ ജനുവരി 1 അതിലേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ശേഷിക്കുന്ന സെക്കൻഡുകൾ കിട്ടിയാൽ ആ സെക്കൻഡുകൾ നന്മകൾ ചെയ്യുക. കഴിഞ്ഞു പോയതിന് അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നിന്റെ ജീവിതത്തിൽ ഇനിയും തെറ്റുകൾ വരികയാണെങ്കിൽ നീ ചെയ്തു വെച്ച നന്മകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനക്ക് പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് ശേഷിക്കുന്ന ഓരോ ജീവിതവും
ഓരോ സെക്കൻഡുകളും ദിവസങ്ങളും വിലപ്പെട്ടതാണ് എന്ന് 60 വയസ്സുള്ള ഒരു വ്യക്തിയെ പ്രിയപ്പെട്ടവരെ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ട ബോധ്യം എന്താണ്? 60 വയസ്സ് എന്നത് ഒരു ശരാശരി പ്രായം പറഞ്ഞു. എന്നാൽ മരണത്തിന് വല്ല കാരണവുമുണ്ടോ? ഒരു നെഞ്ചുവേദന വന്നാൽ പ്രിയപ്പെട്ടവരെ സെക്കൻഡുകൾ കൊണ്ട് തീരാവുന്നതേയുള്ളൂ. തന്റെ ബ്രേക്കിന്റെയും കാലിന്റെയും ഇടയിൽ ഒരു സെക്കൻഡ് പിഴച്ചാൽ നമ്മുടെ പേര് പിന്നെ മയ്യത്തെന്ന് പറയാൻ അധികം ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ചുറ്റുപാടിലെ കാഴ്ചകൾ നമുക്കുള്ള തെളിവുകളാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സങ്കടമായിരുന്നു. എങ്ങനെ? മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ഫീഹി ശംസുഹു നഖിസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. ഒരു ദിവസം അതിന്റെ സായം സന്ധ്യയിലേക്ക് അടുക്കുമ്പോൾ അന്ന് വല്ല നന്മയും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നെടുംഖേദമുള്ള ദിവസം അതായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ. നെടുംഖേദം, ഒരു ദിവസം ഒരു നന്മയും പുതുതായി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് എന്റെ ജീവിതത്തിലെ സങ്കടമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച വാചകങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നഷ്ടങ്ങളെ ഒരു മനുഷ്യരും ആഘോഷിക്കാറില്ല. നഷ്ടങ്ങൾക്ക് മനുഷ്യർ ഒരു നിലക്കും സന്തോഷം പങ്കുവെക്കാറില്ല. ഇതാ എന്റെ ജീവിതത്തിലെ ഈ 12 മാസങ്ങൾ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു പുതുവർഷം വരുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിയുക? അതുമാത്രമല്ല, അത് നമ്മുടെ മതത്തിന്റെയോ നമ്മുടെ ദീനിന്റെയോ നമ്മുടെ അനുഷ്ഠാനങ്ങളുടെയോ ഭാഗമല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. മറിച്ച് കാര്യങ്ങളെ ഗൗരവമായി വിലയിരുത്തുവാനും ചിന്തിക്കാനും പുനർവായന നടത്തുവാനും വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ വബറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, ഒരു വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ പൊതുസമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് പങ്കുചേരാൻ കഴിയില്ല എന്നും അതിനപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നതിനെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങൾ, ഒരു ആഘോഷം കഴിഞ്ഞ് മറ്റതിലേക്ക് ആളുകൾ കാലെടുത്തു വെക്കാൻ നിൽക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായ പേരുകളിലും നാമങ്ങളിലുമെല്ലാം ആ ആഘോഷങ്ങൾ പല രൂപത്തിൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളുമെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു രംഗമാണ്. ആനിമേഷൻ ഷോ എന്നും കാർണിവൽ എന്നും ലൈറ്റ് ഷോ എന്നും ലേസർ ഷോ എന്നും അതുപോലെ തന്നെ DJ പാർട്ടികളായി പബ്ബുകളിലും കൊച്ചി അതുപോലെ തന്നെ എറണാകുളം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇവിടുന്ന് തലേ ദിവസം ബസ് ബുക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന യുവതികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യം വെച്ചാൽ അവൻ അവരിൽപ്പെട്ടവരായി എന്നാണ്. എന്താണ് അവിടെ നടക്കുന്നത്? പുറത്തു പറയാൻ കഴിയാത്ത ലഹരിയുടെ അതുപോലെ തന്നെ അത്തരത്തിലുള്ള വസ്തുക്കളുടെ അധികമായ ഉപയോഗങ്ങളും തുടങ്ങി ആണും പെണ്ണും കൂടി കലർന്ന് സകലവിധ വൃത്തികേടുകളും നടക്കാൻ വേണ്ടി ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് പിടിച്ചു വെക്കാനും അപ്രകാരം തന്നെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് സംഗീതവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം? സ്വാഭാവികമായി നമ്മുടെ നാടുകളിൽ ഇതിന്റെ ഭാഗമായി രാത്രികളിൽ വണ്ടികളിൽ ബോക്സ് കെട്ടി ലൈറ്റ് ഇട്ട് ആളുകൾ പോകും. നമ്മുടെ കുട്ടികൾ അതിന്റെ പിന്നാലെ പോയി തുള്ളിച്ചാടുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്നവരാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സംഗീതം എന്ന് പറഞ്ഞാൽ അത് പിശാചിന്റെ ശബ്ദമാണ്. അത് നമ്മുടെ മൊബൈലിലാകട്ടെ, നമ്മുടെ വീട്ടിൽ വെച്ച ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെയാകട്ടെ, അരങ്ങ് തകർക്കുന്ന സംഗീതം, വാദ്യോപകരണങ്ങൾ, വാദ്യമേളങ്ങളുള്ള സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി നമ്മളത് ശ്രവിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ
അത് പിശാചിന്റെ ശബ്ദമാണ് എന്നും അതിനേക്കാൾ അവന് നല്ലത് അവന്റെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിക്കലാണ് എന്നും പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെറ്റുകളെ തിരുത്താൻ നമുക്ക് സാധിക്കണം. ആ തെറ്റുകളിലേക്ക് ഒരു മനുഷ്യനും പോകില്ല എന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളും ഉണ്ടാകില്ല. എന്റെ മക്കൾ ആ കൂട്ടത്തിലല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, മൻ റആ മിൻകും മുൻകറ, ഒരു തെറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ആദ്യം അവന്റെ കൈ കൊണ്ട് തടുക്കട്ടെ എന്നാണ്, രണ്ടാമത്തെ അവന്റെ നാവ് കൊണ്ട് പറയട്ടെ എന്നാണ്, മൂന്നാമത് അവന്റെ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുകയും ചെയ്യട്ടെ എന്നാണ്. അതാണ് ഈമാന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊരു ആത്മവിചാരണ ഈ സമയത്ത് നടത്തണം. നമ്മുടെ സാമ്പത്തികമായ ഇടപാടുകൾ എങ്ങനെയാണ്? നമ്മുടെ കണക്കുകൾ എങ്ങനെയാണ്? എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? എന്റെ മാതാപിതാക്കളുമായുള്ള ബന്ധം എങ്ങനെയാണ്? എത്ര വർഷങ്ങളായി, എത്ര മാസങ്ങളായി? ഒന്ന് പോയി സന്ദർശിച്ചിട്ട്, അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ നാം കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് നിർവഹിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇണകളോടുള്ള പരസ്പരമുള്ള ബാധ്യതകൾ, അതുപോലെ തന്നെ എനിക്കും എന്റെ റബ്ബുമായുള്ള ബന്ധത്തിന്റെ ഇടയിലുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഈ നന്മകളെല്ലാം നമ്മൾ തുടങ്ങുകയും അത് എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. രാവിലെയും വൈകുന്നേരവും നമുക്ക് നിർവഹിക്കാനുള്ള ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അത് പഠിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ 5 നേരം കൃത്യമായ നമസ്കാരങ്ങളുണ്ട്. ആ നമസ്കാരങ്ങളിൽ ഞാൻ ശ്രദ്ധ പാലിക്കാറുണ്ടോ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് ഞാൻ പള്ളിയിലേക്ക് എത്താറുണ്ടോ എന്നതിനെ കുറിച്ച് ഖുർആൻ പഠിക്കുന്ന സദസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ അതിലുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ പരസ്പരം ഇടപെട്ടും സഹകരിച്ചും സ്നേഹിച്ചും റബ്ബുമായുള്ള ബന്ധവും എല്ലാം പിന്നെ മുൻനിർത്തിക്കൊണ്ടു പോകേണ്ടവരാണ്. ഇതേപോലെ ദിവസങ്ങൾ കഴിയുന്തോറും എത്രയോ മനുഷ്യർ കണ്ണീരിലാണ്, എത്രയോ മനുഷ്യർ പ്രയാസത്തിലാണ്. അവിടെ കണ്ണീര് നമ്മുടെ കണ്ണുനീരാകണം, അവിടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളാകണം. കൈനീട്ടി ഒരു മനുഷ്യൻ വരുമ്പോ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുക. തട്ടിപ്പും തരികിടൊക്കെ ഉണ്ടാകാം അല്ലെ? അവിടെ ചതിച്ചാൽ ആ മനുഷ്യൻ നമ്മളെ വഞ്ചിക്കുകയാണെങ്കിൽ നമുക്ക് 2 കൂലിയാണ്. കൊടുത്തതിനും കൂലി കിട്ടി, ആ മനുഷ്യൻ ചതിച്ചതിനും കൂലി കിട്ടി. നമ്മൾ ചിന്തിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെ നന്മകളുടെ വിഷയത്തിൽ എന്തിനധികം, ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് ഒരു സാധുവായ വ്യക്തി വരികയാണ്. ആ സാധുവായ വ്യക്തി വന്നിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ സമയം ഇത്തികാഫിലാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഇത്തികാഫിലാണ്, അതുകൊണ്ട് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഈ വ്യക്തി നേരെ രണ്ടാമതായി ചെന്നത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ്. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞപ്പോ ഇത്തികാഫിന്റെ ഇടയിൽ നിന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആ മനുഷ്യന് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ച് ചെയ്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? 1 മാസം പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ആ വ്യക്തിയെ ഒന്ന് സഹായിച്ചത് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളുടെ കൂടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ പള്ളികൾ നമ്മുടെ ബാധ്യതകളാണ്. അതാരെങ്കിലും കൊണ്ട് നടക്കട്ടെ എന്നല്ല, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നല്ല. പള്ളികൾ അത് നമ്മുടെ ബാധ്യതയാണ്. വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പള്ളി, മതസ്ഥാപനങ്ങൾ. ഇതിനെല്ലാം കൃത്യമായി കൊണ്ടു നടക്കേണ്ടതും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതും വിലയിരുത്തേണ്ടതും നമ്മൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിലക്ക് എല്ലാ നിലക്കും നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒട്ടേറെ ആളുകളുണ്ട്, മരണപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ വളരെ പ്രയാസത്തിലാണ് എന്നറിയാൻ കഴിഞ്ഞു. ആ ഭാര്യയുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ ഹാരിസ് ഇബ്നു സലീമിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലിലാണ്, രോഗം കൊണ്ട് പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകി, പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മൾ അറിയുന്നവരിൽ, നമ്മെ അറിയുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ നാജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഖ്യവും സമാധാനവും നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ക്ഷമയും കരുത്തും നൽകുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും
ശാരീരികമായ ശേഷിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മിൽ നിന്നും വഴിമാറ്റുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിനുള്ള ഫിത്നകളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർ, സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. അവരെയും നമ്മെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവർക്ക് എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളാൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിൽ നിന്ന് അവരെ മുക്തമാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء من والأموات إنك مجيب دعواتك ذي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد وعلى آله وصحبه أجمعين. Peace Radio. Tune to reality.